ഹലോ, പാലക്കാട് വരെ വന്നതാട്ടോ. കോട്ടയൊന്ന് കണ്ടേക്കാമെന്ന് കരുതി. ഇവിടെ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ ഇങ്ങനൊരു കോട്ടയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാൻ മേലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊന്ന് കണ്ടേക്കാമെന്ന് കരുതി. നോക്കൂ, എത്ര വിശാലമായിട്ട് കോട്ട മൈതാനം എന്നാ ഇത് അറിയപ്പെടുന്നത് തന്നെ. നോക്കാം. ഈവനിങ് ആയതുകൊണ്ടേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ നടക്കാൻ ഇറങ്ങുന്നതും ഒരു ചെറിയ സവാരി. എന്തായാലും കൊള്ളാം. നല്ല തണുത്ത കാറ്റുമുണ്ട്, വിശാലമായ ഓട്ട മൈതാനവും. നോക്കും, ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. വൈകുന്നേരം ഒരു ചില്ല പ്ലേസ്, അത്ര തന്നെ. ഇത് കണ്ടോ, ബഹ്റിനിലുണ്ടായിരുന്ന ഒരു ചെറിയ മീറ്റപ്പ് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. അവർ കണ്ടോട്ടെ, ഞാൻ പതുക്കെ മുന്നോട്ട് നടന്നു, ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. രണ്ട് സൈഡും വെള്ളമൊക്കെ ഉണ്ട്, ദൂരെ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ടിപ്പു സുൽത്താൻ്റെ പൂർവികരുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്, അതല്ല രാജാക്കന്മാരുണ്ടാക്കിയതാണെന്നും പറയുന്നുണ്ട് ഈ ഒരു കോട്ട. എന്തായാലും ഇതിനടിയിൽ കൂടെ മൈസൂരിലേക്ക് തുരങ്കമുണ്ട്, ഇതുവഴിയാണ് ടിപ്പു സുൽത്താൻ രക്ഷപ്പെട്ടതെന്നും കഥകൾ പറയുന്നു. എനിവേ, ഇതിനകത്ത് നിറയെ മീനുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതാണ്. കണ്ടോ കണ്ടോ, മീൻ കണ്ടോ? പിന്നെ ആമയുണ്ട്, കുഞ്ഞു 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 ആമ കണ്ടോ? ക്ലോസായിട്ട് കാണിച്ചു തരാമേ. കണ്ടോ, ദൈവം ഇങ്ങനെ ഇങ്ങേ അറ്റത്തൂടെ പോകുന്നുണ്ടോ? ആമയുണ്ട്. കണ്ടോ കണ്ടോ, ഇച്ചിരിയേ ഉള്ളൂ. ഞാൻ പതുക്കെ കോട്ടയൊന്ന് കാണാൻ വേണ്ടി മുന്നോട്ട് നടന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ഈ കോട്ടയ്ക്കുള്ളിലാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു അമ്പലമുണ്ട്. ചെറിയൊരു വിഗ്രഹമാണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ, സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ കയറുന്ന ഒരു ഇതുപോലെയല്ല, അതിനകത്ത് ഒരു ചെറിയ വാതിൽ വേണം. അതിനകത്ത് ഇങ്ങനെ കുനിഞ്ഞ് കയറി ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതൊന്ന് കണ്ടേക്കാമെന്നും കരുതി. ആൾക്കാരൊക്കെ ഉണ്ട്, അമ്പലത്തിൽ വരുന്നവരും ഉണ്ട്. ഈ കോയമ്പത്തൂർ ബോർഡറൊക്കെ ആയതുകൊണ്ടായിരിക്കും കുറച്ചൊരു തമിഴ് കലർന്ന മലയാളമാണ് ഇവർ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കുറേ ആൾക്കാർ അമ്പലത്തിൽ വന്നവരൊക്കെ കൂടുതലും. കണ്ടോ, ഇതാണ്. ഇതിന് മുകളിലോട്ട് കയറാമെന്ന് പറഞ്ഞു. നോക്ക്, ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. കണ്ടോ, രണ്ട് അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടോ? ഇതാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്ന സ്ഥലം. വലിയ വാതിലുമൊക്കെ ആയിട്ട് കണ്ടോ. ഞാൻ ചെന്നപ്പോൾ ദീപാരാധന സമയമായിരുന്നു. തൊഴുതു പ്രാർത്ഥിച്ചു പോന്നു. പാലക്കാട് ടൗണാണ്. ആദ്യമായിട്ടാണ് പാലക്കാട് ടൗണിൽ ഞങ്ങൾ പോകുന്നത് കേട്ടോ. രാത്രി ഒരു റൈഡ്, അത്ര തന്നെ. സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. വൈകുന്നേരം ആയതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ, താങ്ക് യു.